ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് തുടക്കം കുറിച്ചത് എ പത്മകുമാറാണെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കട്ടിളപ്പാളികൾ കൊടുത്തുവിടാൻ നടപടികൾ തുടങ്ങിയത് പത്മകുമാറാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. സ്വർണം പതിച്ച ചെമ്പുപാളികൾ എന്നതിന് പകരം ചെമ്പുപാളി എന്ന് മാത്രം പത്മകുമാർ എഴുതി ചേർത്തു. പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘത്തിന്റെ ആലോചന. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള അട്ടിമറിക്ക് മുമ്പേ എ പത്മകുമാർ ഇടപെടൽ നടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കട്ടിളപ്പാളികൾ കൊടുത്തുവിടാൻ ബോർഡിന് മുന്നിലേക്ക് ശുപാർശ കൊണ്ടുവന്നത് എ പത്മകുമാറാണ്. 2019 ഫെബ്രുവരിയിലായിരുന്നു ഇത്. ബോർഡ് അംഗങ്ങൾക്ക് മാത്രമായി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് മറ്റംഗങ്ങൾ നിലപാടെടുത്തതോടെ ഈ ശ്രമം പാളി. അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന് അപേക്ഷ നൽകുന്നത്. ഉദ്യോഗസ്ഥ തലത്തിൽ നടപടികൾ തുടങ്ങി. അതിനിടെ സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്താൻ എ പത്മകുമാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇങ്ങനെയാണ് സ്വർണ്ണപ്പാളികൾ ചെമ്പായതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം പാളികൾ കൊടുത്തുവിടാൻ എ പത്മകുമാർ അസാധാരണ തിടുക്കം കാട്ടിയതായി എൻ വാസുവും മൊഴി നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം മുരാരി ബാബുവിന്റെയും സുധീഷിന്റെയും മൊഴിയും പത്മകുമാറിന് വിനയായി. കട്ടിളപ്പാളികൾ കൊണ്ടുപോകുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിന് നൽകിയിരുന്ന അപേക്ഷ ദേവസ്വം ബോർഡിന് കൈമാറിയെന്നും ഇതിൽ തുടർ നടപടി സ്വീകരിക്കുകയായിരുന്നുവെന്നാണ് പത്മകുമാർ മൊഴി നൽകിയെന്നാണ് സൂചന. ഇക്കാര്യത്തിൽ വ്യക്തത തേടുകയാണ് അന്വേഷണ സംഘം. എ പത്മകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരം ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കൂട്ടൽ. തിങ്കളാഴ്ചയോടെ കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കും. മീഡിയ 1 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന്റെ അറസ്റ്റോടെ അന്വേഷണത്തിന്റെ ചോദ്യമുന നീളുന്നത് അന്നത്തെ ദേവസ്വം വകുപ്പിലേക്കാണ്. വകുപ്പിലെ കൂടുതൽ ഉന്നതർക്ക് തട്ടിപ്പിൽ പങ്കുണ്ടോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ശബരിമല യുവതീ പ്രവേശനത്തിനെതിരായ പ്രക്ഷോഭത്തിൽ പത്മകുമാർ സഹായം നൽകിയെന്ന വെളിപ്പെടുത്തലുമായി രാഹുൽ ഈശ്വരും രംഗത്തെത്തി. പത്മകുമാറിനെതിരെ CPM കടുത്ത നടപടിയിലേക്ക് കടന്നേക്കുമെന്നാണ് സൂചന. ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാനുള്ള തീരുമാനം 2019 ദേവസ്വം ബോർഡിന്റേതാണ്. ദേവസ്വം ബോർഡിനൊപ്പം സർക്കാരിനും ഈ ആവശ്യമുന്നയിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി കത്ത് നൽകിയിരുന്നു. സർക്കാരിന് നൽകിയ കത്ത് ദേവസ്വം ബോർഡിന് കൈമാറിയെന്നും ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോറ്റിക്ക് അനുമതി നൽകിയതെന്നുമാണ് പത്മകുമാർ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. അങ്ങനെയെങ്കിൽ തുടരന്വേഷണം ദേവസ്വം വകുപ്പിലേക്കും കടക്കുമെന്ന് ഉറപ്പ്. അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് തട്ടിപ്പിൽ പങ്കുണ്ടെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. അതിനിടെ ശബരിമല യുവതീ പ്രവേശനത്തിനെതിരായ പ്രക്ഷോഭ പരിപാടികൾക്ക് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ സഹായം ചെയ്തുവെന്ന വെളിപ്പെടുത്തലുമായി രാഹുൽ ഈശ്വർ രംഗത്തെത്തി. പ്രക്ഷോഭം തുടങ്ങുന്നതിനായി തന്നെയും മുത്തശ്ശിയും അമ്മയും ശബരിമലയിൽ എത്തിക്കാൻ പത്മകുമാർ സഹായിച്ചെന്നുമാണ് വെളിപ്പെടുത്തൽ. ഞങ്ങൾ വിശ്വാസികളോട് കുറച്ചെങ്കിലും അനുഭാവം കാണിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതായത് പ്രക്ഷോഭകാലത്ത് വിശ്വാസികൾ, പ്രത്യേകിച്ച് NSS, ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ, ഞങ്ങൾ അടക്കമുള്ളവർ അതിശക്തമായി നിൽക്കുകയായിരുന്നു. ആദ്യ ദിവസങ്ങളിൽ പ്രക്ഷോഭം നയിച്ചതും കോർഡിനേറ്റ് ചെയ്തതും ഞാനായിരുന്നു. അപ്പൊ ശബരിമലയിൽ എത്താൻ സഹായിച്ചത് പോലും പത്മകുമാർ സാറാണ്. അതിനിടെ പത്മകുമാറിനെതിരെ സംഘടനാ നടപടിയെടുത്ത് മുഖം രക്ഷിക്കാനുള്ള തീരുമാനത്തിലാണ് CPM. വിഷയം ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്തതായാണ് സൂചന. സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതി ലഭിച്ചാൽ ജില്ലാ കമ്മിറ്റിയാകും പത്മകുമാറിനെതിരെ നടപടിയെടുക്കുക. മീഡിയ 1 തിരുവനന്തപുരം. എ പത്മകുമാറിനെ തള്ളി CPM നേതാവ് P. ജയരാജൻ. പത്മകുമാറിന്റെ അവധാനതയില്ലായ്മ നീതീകരിക്കാൻ കഴിയില്ലെന്ന P. ജയരാജൻ. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്നയാളാണ് പത്മകുമാർ. എത്ര ഉന്നതനാണെങ്കിലും പിടിക്കപ്പെടുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു. സർക്കാർ നയം തുടരുമെന്ന P. ജയരാജന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ശബരിമലയിലെ ഭക്തജന തിരക്കിന്റെ പശ്ചാത്തലത്തിൽ സന്നിധാനത്ത് നാളെ ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരും. ഇന്ന് വൈകിട്ടോടെ മന്ത്രി ശബരിമലയിലെത്തും. ക്രമീകരണങ്ങൾ പാളിയതോടെ ആദ്യ ദിവസങ്ങളിൽ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിരുന്നു. എന്നാൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ യോഗം ചേരാൻ കഴിഞ്ഞിരുന്നില്ല. യോഗം ചേരാൻ ഹൈക്കോടതി അനുമതി നൽകിയതോടെയാണ് മന്ത്രി ശബരിമലയിലെത്തുന്നത്. SIR-ൽ വോട്ടർമാർക്ക് കെണിയായി കമ്മീഷന്റെ BLO ആപ്പ്. 2002 പട്ടികയിൽ പേരില്ലാത്തവരുടെ ഫോം അപ്ലോഡ് ചെയ്യാൻ നിയന്ത്രണമുള്ളതാണ് പ്രതിസന്ധിക്ക് കാരണം. 2002 പട്ടികയിൽ മാതാപിതാക്കളുടെ പേരില്ലെങ്കിൽ അവർ SIR-ൽ നിന്ന് പുറത്താകും. മറ്റു ബന്ധുക്കളെ രേഖപ്പെടുത്തിയ ഫോമുകൾ ആപ്പിൽ ഉൾപ്പെടുത്താനാവില്ല. ഏതെങ്കിലും ബന്ധുവിന്റെ വിവരങ്ങൾ നൽകിയാൽ മതിയെന്നായിരുന്നു നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിപ്പ് നൽകിയത്. മീഡിയ 1 എക്സ്ക്ലൂസീവ്. 2002 വോട്ടർ പട്ടികയിൽ ഇല്ലാത്തവർ മാതാപിതാക്കൾ, അവരുടെ മാതാപിതാക്കൾ എന്നിവരെ കൂടാതെ സ്വന്തം സഹോദരങ്ങൾ, മാതാപിതാക്കളുടെ സഹോദരങ്ങൾ എന്നിവരുടെ വിവരങ്ങൾ നൽകാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. എന്നാൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന BLO ആപ്പിൽ
മാതാവ്, പിതാവ്, മുത്തച്ഛൻ, മുത്തശ്ശി എന്നിവരെ ചേർക്കാൻ മാത്രമേ കഴിയൂ. ഈ 4 ഓപ്ഷൻ കൂടാതെ മറ്റൊരു ബന്ധുവിനെ ചേർക്കാനും ആപ്പിൽ ഓപ്ഷനില്ല. സഹോദരങ്ങൾ ഉൾപ്പെടെ മറ്റുള്ളവരുടെ വിവരങ്ങൾ നൽകിയവരുടെ എന്യൂമറേഷൻ ഫോമുകൾ ആപ്പിലേക്ക് എൻ്റർ ചെയ്യാതെ മാറ്റിവെക്കുകയാണ് BLOമാർ. അമ്മാവൻ, അമ്മായി, അതേമാതിരി സഹോദരന്മാരുടെ എല്ലാവരും സഹോദരി, പിന്നെ അതേമാതിരി ഇപ്പോൾ രണ്ടാമത് ഞങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ക്ലാസ് നടന്നു. ആ ക്ലാസ്സിൽ വന്നിട്ട് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഞങ്ങൾക്ക് കിട്ടുന്നതിൽ ഇപ്പോൾ ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ ആദ്യം എന്ത് പറഞ്ഞു അത് മാത്രമേ ഇതിലുള്ളൂ. എന്യൂമറേഷൻ ഫോമിൽ ഇന്ന ബന്ധുവിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തണമെന്ന നിർദ്ദേശവുമില്ല. 2002 വോട്ടർ പട്ടികയിൽ മാതാപിതാക്കൾ, അവരുടെ മാതാപിതാക്കൾ എന്നിവരുടെ പേരില്ലാത്തവർ എന്ത് ചെയ്യണം? ഗുരുതരമായ പ്രതിസന്ധിയാണ് വന്നിരിക്കുന്നത്. ഇതിന് പരിഹാരം കാണേണ്ടതും വിശദീകരിക്കേണ്ടതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്. SIR നടപടികളുമായി ബന്ധപ്പെട്ട BLOമാർ കടന്നുപോകുന്നത് കടുത്ത സമ്മർദ്ദത്തിലൂടെയെന്ന NGO അസോസിയേഷൻ ടാർഗറ്റ് എത്തിക്കാത്തവരെ ഓൺലൈൻ മീറ്റിംഗിൽ രൂക്ഷമായി വിമർശിക്കുന്നു. ഇന്നലെ കോഴിക്കോട് പേരാമ്പ്രയിൽ കുഴഞ്ഞു വീണ അബ്ദുൽ അസീസ് BLO സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകി. പേരാമ്പ്ര മണ്ഡലത്തിലെ 152-ാം ബൂത്തിൽ SIR ക്യാമ്പ് കഴിഞ്ഞ് വീട്ടിലെത്തിയതിനു പിന്നാലെയാണ് അബ്ദുൽ അസീസ് കുഴഞ്ഞു വീണത്. ഇദ്ദേഹം കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് സഹപ്രവർത്തകർ പറഞ്ഞു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അബ്ദുൽ അസീസ് തന്നെ BLO സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന് വില്ലേജ് ഓഫീസറോട് ആവശ്യപ്പെട്ടു. ഈ അപേക്ഷ ജില്ലാ കളക്ടർക്ക് വില്ലേജ് ഓഫീസർ കൈമാറി. BLOമാർ കടന്നുപോകുന്നത് കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണെന്ന് NGO അസോസിയേഷനും പ്രതികരിച്ചു. സമയപരിധി നീട്ടാൻ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ മുഖവിലക്കെടുക്കുന്നില്ല. ടാർഗറ്റ് എത്തിക്കാത്തവരെ ഓൺലൈൻ മീറ്റിംഗിൽ രൂക്ഷമായി വിമർശിക്കുന്നതായും NGO അസോസിയേഷൻ സംസ്ഥാന നേതൃത്വം പറയുന്നു. പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നും വോട്ടർ പട്ടികയിലെ പേരുകൾ ഉൾപ്പെടുത്തുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന സമ്മർദ്ദം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് താഴെത്തട്ടിലെ BLOമാരും വില്ലേജ് തലത്തിലുള്ള ജീവനക്കാരുമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതിൻ്റെ ഭാഗമായി ഒരു ജീവനക്കാരനെയും ബലിയാടാക്കാൻ അനുവദിക്കില്ല എന്നുള്ള വളരെ കൃത്യവും വ്യക്തവുമായ നിലപാട് NGO അസോസിയേഷൻ ഈ കാര്യത്തിലുണ്ട്. കണ്ണൂരിൽ BLO ജീവനൊടുക്കിയതിന് പിന്നാലെ ഇവർ നേരിടുന്ന സമ്മർദ്ദം ചർച്ചയായിരുന്നു. മീഡിയ 1, കോഴിക്കോട്. തിരുവനന്തപുരം മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ വോട്ട് വെട്ടാൻ മേയറുടെ ഓഫീസ് ഇടപെട്ടതായി ആരോപണം. വൈഷ്ണ നൽകിയ TC നമ്പറിലെ വീട്ടിൽ വിവരം ശേഖരിക്കാനെത്തിയത് ആര്യ രാജേന്ദ്രന്റെ ഓഫീസ് ജീവനക്കാരെന്നാണ് ആരോപണം. എന്നാൽ വിവരശേഖരണത്തിനെത്തിയത് റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണെന്നാണ് മേയറുടെ വിശദീകരണം. തിരുവനന്തപുരം നഗരസഭ മുട്ടടവാർഡ് UDF സ്ഥാനാർത്ഥി വൈഷ്ണയുടെ വോട്ട് വെട്ടിയതിന് പിന്നിൽ CPM എന്നായിരുന്നു ആരോപണം. CPM ബ്രാഞ്ചംഗം നൽകിയ പരാതിയെ തുടർന്നാണ് വോട്ടർ പട്ടികയിൽ നിന്ന് വൈഷ്ണയുടെ പേര് ഒഴിവാക്കിയത്. TC നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയെന്ന് കാണിച്ചായിരുന്നു നടപടി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കീഴിലെ കോർപ്പറേഷൻ ജീവനക്കാരായ GM കാർത്തിക, പ്രതാപചന്ദ്രൻ തുടങ്ങിയവർ അന്വേഷണം നടത്തിയെന്നായിരുന്നു വിശദീകരണം. എന്നാൽ വൈഷ്ണ രേഖപ്പെടുത്തിയ TC നമ്പറിലെ വീട്ടിൽ മറ്റു 2 ജീവനക്കാർ അന്വേഷണത്തിനെത്തിയ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇത് മേയർ ആര്യ രാജേന്ദ്രന്റെ ഓഫീസ് ജീവനക്കാരെന്നാണ് ഉയരുന്ന ആരോപണം. 2 വർഷം കൊണ്ട് നിങ്ങളാണ് ഇവിടെ താമസം. ചേട്ടാ, ഞാൻ പുള്ളിയെ വിളിച്ചോളാം. എന്നെ വിളിച്ചിട്ട് ഞാൻ തിരിച്ചു വിളിക്കാതെ. ഉദ്യോഗസ്ഥർ വൈഷ്ണ വീട്ടിൽ താമസക്കാരിയല്ലെന്ന് വീട്ടുടമയിൽ നിന്ന് എഴുതി വാങ്ങുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് ചുമതലയില്ലാത്ത ഉദ്യോഗസ്ഥർ എന്തിന് വിവരശേഖരണം നടത്തിയെന്നാണ് ഉയർന്ന ചോദ്യം. മേയറുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഉത്തരവാദിത്വമുണ്ട്, CPMന്റെ. അപ്പോൾ അത് ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും. 2 ദിവസത്തിനകത്ത് തന്നെ അത് സംബന്ധിച്ച് ഞങ്ങൾ മൂവ് ചെയ്യും. എന്നാൽ TC നമ്പറിലെ വീട്ടിലെത്തിയത് തന്റെ ഓഫീസ് ജീവനക്കാരല്ലെന്നും നഗരസഭയിലെ റവന്യൂ വിഭാഗം ജീവനക്കാരാണെന്നുമാണ് മേയറുടെ വിശദീകരണം. മീഡിയ 1, തിരുവനന്തപുരം. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ അവസാന മണിക്കൂറിലും തമ്മിൽ തർക്കം തീർക്കാനാകാത്ത മുന്നണികൾ. പലയിടത്തും മുന്നണികളുടെ നേർക്കുനേർ പോരാട്ടമാണ്. വിമത സ്ഥാനാർത്ഥികളും പാർട്ടികൾക്ക് തലവേദനയാണ്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലെ അമ്പലപ്പുഴ ഡിവിഷനിലാണ് UDFന്റെ സീറ്റ് വിഭജനം വഴിമുട്ടിയത്. ധാരണയാകാത്തതോടെ കോൺഗ്രസും ലീഗും പരസ്പരം മത്സരിക്കും. MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് അൽതാഫ് സുബൈറാണ് ലീഗ് സ്ഥാനാർത്ഥി. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി AR കണ്ണൻ ലീഗിനെതിരെ മത്സരിക്കും. ഇതിനകത്തുള്ള പ്രശ്നം ഒരു മുന്നണി സംവിധാനത്തിൽ കൂടിയാലോചനകൾ ആവശ്യമാണ്. ഇക്കാര്യത്തിൽ കൂടിയാലോചന നടന്നിട്ടില്ല. പലപ്പോഴും ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും ചർച്ച ചെയ്തിട്ടില്ല.
അത് നമുക്ക് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനിടെ സീറ്റിൽ നോട്ടമിട്ടിരുന്ന യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MB പ്രവീൺ അതൃപ്തിയുമായി രംഗത്തെത്തി. സമരങ്ങളിൽ പോലീസിൽ നിന്ന് കിട്ടിയ അടിയേക്കാൾ വേദനയെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇടുക്കിയിലും തർക്കമൊഴിയാതെ വിമത ഭീഷണിയിലാണ് കോൺഗ്രസ്. ഉപ്പുതറ ഡിവിഷനിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി. പിന്നാലെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അരക്കപ്പറമ്പിൽ വിമതനായി മത്സരിക്കുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. കണ്ണൂർ വേങ്ങാട് പഞ്ചായത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് മമ്പറം ദിവാകരനാണ് UDF സ്ഥാനാർത്ഥി. KS ശബരിനാഥിനും അനിൽ അക്കരയ്ക്കും ശേഷമാണ് കോൺഗ്രസ് മറ്റൊരു മുതിർന്ന നേതാവിനെ തദ്ദേശ പോരാട്ടത്തിനിറക്കുന്നത്. അതിനിടെ കണ്ണൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് പുറത്താക്കിയ PK രാഗേഷിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതി സ്ഥാനാർത്ഥികൾ മത്സരിക്കും. പഞ്ഞിക്കയിൽ ഡിവിഷനിൽ PK രാഗേഷ് സ്ഥാനാർത്ഥിയാകും. തൃശൂർ കുട്ടൻകുളങ്ങര ഡിവിഷനിലേക്ക് BJP പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ ഒരാഴ്ചയ്ക്ക് ശേഷം മാറ്റി. ഒരു വിഭാഗം പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയതോടെ സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ V ആതിരയെ മാറ്റി ശ്രീവിദ്യയെ BJP പ്രഖ്യാപിക്കുകയായിരുന്നു. കാസർഗോഡ് DCCയിലെ കയ്യാങ്കളിയെക്കുറിച്ച് 2-അംഗ സമിതി അന്വേഷിക്കും. ദൃശ്യം പ്രചരിപ്പിച്ച കോൺഗ്രസ് നേതാവിനെ സസ്പെൻഡ് ചെയ്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാന മണിക്കൂറിലേക്ക്. വൈകുന്നേരം 3 മണിയോടെ പത്രികാ സമർപ്പണത്തിന്റെ സമയം അവസാനിക്കും. നാളെയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. ഇന്നലെ മാത്രം 1.5 ലക്ഷം നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചത്. കോഴിക്കോട് UDFന്റെ മേയർ സ്ഥാനാർത്ഥി മുസഫർ അഹമ്മദും തിരുവനന്തപുരത്ത് NDA മേയർ സ്ഥാനാർത്ഥി R ശ്രീലേഖയും പത്രിക നൽകി. മുൻ MLAയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവറിന്റെ വീട്ടിൽ EDയുടെ പരിശോധന. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി, കോഴിക്കോട്, ചെന്നൈ യൂണിറ്റുകളിലെ സംഘമാണ് അൻവറിന്റെ വസതിയിലും സ്ഥാപനങ്ങളിലും പരിശോധന നടത്തുന്നത്. KFCയിൽ നിന്ന് ലോൺ എടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന വിജിലൻസ് കേസിന് പിന്നാലെയാണ് ED പരിശോധന. 2015-ൽ KCFയിൽ നിന്നും 12 കോടിയുടെ വായ്പയെടുത്ത് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു വിജിലൻസ് കേസ്. ആ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് EDയും പരിശോധന നടത്തുന്നത്. PV അൻവറിന്റെ ഒതായില വസതിയിലും മറ്റു സ്ഥാപനങ്ങളിലും സഹായി സിയാദിന്റെ വീട്ടിലും ED പരിശോധന നടത്തി. അതേസമയം അൻവറിനെ കുടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് തൃണമൂൽ നേതാക്കൾ പ്രതികരിച്ചു. പരാതിക്കാരൻ മുരുകേഷ് നരേന്ദ്രനെ വിളിച്ചുവരുത്തി ED മൊഴി രേഖപ്പെടുത്തി. അന്വേഷണവുമായി ബന്ധപ്പെട്ട് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് PV അൻവറിന്റെ വസതിയിലും സ്ഥാപനങ്ങളിലും ED നടത്തുന്നത്. സാമ്പത്തിക ക്രമക്കേടിൽ വ്യക്തത വരുത്തുകയും തെളിവ് ശേഖരിക്കുകയുമാണ് EDയുടെ ലക്ഷ്യം. അനുരൂപ് ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്താമെന്ന വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കി. ഹൈക്കോടതി ജസ്റ്റിസ് A ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി. എന്നാൽ തനിക്കെതിരായ സ്വകാര്യ അന്യായം റദ്ദാക്കണമെന്ന അജിത് കുമാറിന്റെ ആവശ്യം കോടതി തള്ളി. വിജിലൻസ് കോടതി ഉത്തരവിൽ മുഖ്യമന്ത്രിക്കെതിരായ പരാമർശങ്ങളും ഹൈക്കോടതി റദ്ദാക്കി. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കേസിൽ 2 കാര്യങ്ങളാണ് MR അജിത് കുമാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഉന്നയിച്ചത്. തനിക്കെതിരായ സ്വകാര്യ പരാതി റദ്ദാക്കണമെന്നും വിഷയത്തിൽ അന്വേഷണം നടത്താമെന്നുള്ള തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നും അപേക്ഷയിലുണ്ടായിരുന്നു. അജിത് കുമാറിന്റെ ആവശ്യം ഭാഗികമായി അംഗീകരിച്ച കോടതി വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കി. പ്രോസിക്യൂഷൻ അനുമതി തേടാത്തതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലെ വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി നടപടി. എന്നാൽ സ്വകാര്യ അന്യായം റദ്ദാക്കണമെന്ന അജിത് കുമാറിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ച ശേഷം പരാതിയുമായി മുന്നോട്ടു പോകാമെന്നും ഉത്തരവിലുണ്ട്. വിജിലൻസ് കോടതി ഉത്തരവിൽ മുഖ്യമന്ത്രിക്കെതിരായ പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്ന സർക്കാരിന്റെ ആവശ്യവും കോടതി അംഗീകരിച്ചു. മീഡിയ 1 കൊച്ചി. മറ്റൊരു സുപ്രധാന വാർത്തയിലേക്കാണ്. കേരളത്തിൽ നിന്നുള്ള SIR-നെതിരായ ഹർജികൾ സുപ്രീം കോടതി പരിഗണിച്ചിരുന്നു. അതിൽ SIR-ന് സ്റ്റേ ഇല്ല എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. സുപ്രീം കോടതി 26-ന് കേസ് വീണ്ടും പരിഗണിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ വരുന്നത്. ഹർജി മാസം 26-ന് പരിഗണിക്കാനാണ് സുപ്രീം കോടതിയുടെ തീരുമാനം. അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, ഇന്നിപ്പോൾ കോടതി SIR-നെതിരായ വിവിധ ഹർജികൾ പരിഗണിച്ചിരിക്കുന്നു. SIR-ന് സ്റ്റേ നൽകാൻ തയ്യാറായിട്ടില്ല. എന്തൊക്കെയാണെന്ന് കോടതിയിൽ നടന്നത്? എന്താണ് വിശദാംശങ്ങൾ? ജിൽസി, കേരളത്തിലെ SIR-നെതിരായ ഹർജികളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇതിനൊരു മറുപടി നൽകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഈ കേസ് ഈ മാസം 26-ന് പരിഗണിക്കുമെന്ന് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ ഹർജികൾ അത് പ്രത്യേകം പരിഗണിക്കാമെന്നതാണ് ഇപ്പോൾ ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കേരള സർക്കാർ, അതുപോലെ തന്നെ CPM, കോൺഗ്രസ്, മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളാണ് കേരളത്തിലെ SIR നടപടിക്കെതിരെ സുപ്രീം കോടതിയിൽ എത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം
നടക്കുന്ന സാഹചര്യത്തിൽ ഇത് താൽക്കാലികമായി നീട്ടിവെക്കണമെന്നായിരുന്നു. ഇക്കാര്യം ഇന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കമുള്ള കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ കേരളം ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും ഒരു അടിയന്തര സ്റ്റേയിലേക്കൊന്നും ഇപ്പോൾ സുപ്രീം കോടതി പോയിട്ടില്ല. ഈ മാസം 26-ന് ഈ കേസിൽ വാദം കേൾക്കുമ്പോഴായിരിക്കും സ്റ്റേ അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് സുപ്രീം കോടതി വ്യക്തമാക്കുക. എന്തായാലും ഈ മാസം 26-ലേക്ക് കേസ് പരിഗണിക്കുന്നത് സുപ്രീം കോടതി മാറ്റിയിരിക്കുകയാണ്. കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നോട്ടീസ് ഇക്കാര്യത്തിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ ഹർജികൾ പ്രധാനമായും മുസ്ലിം ലീഗ്, CPM, അതുപോലെ തന്നെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളാണ് സുപ്രീം കോടതിയിൽ എത്തിയത്. കഴിഞ്ഞ ദിവസം CPI SIR-നെതിരെ സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിച്ചത് ഇത്തരത്തിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് ഇത്തരത്തിൽ SIR കേരളത്തിൽ നടപ്പിലാക്കുന്നതാണ്. എന്തായാലും ഒരു അടിയന്തര സ്റ്റേയിലേക്ക് ഇപ്പോൾ സുപ്രീം കോടതി പോയിട്ടില്ല. ഒരു നോട്ടീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി കേരളത്തിന്റെ ആവശ്യം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിൽ SIR നീട്ടിവെക്കണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു. അതിന്മേൽ കോടതി ഒരു തരത്തിലുള്ള പരിഗണനയും നൽകിയില്ലേ? അതിന്മേൽ എന്തെങ്കിലും പരാമർശമുണ്ടോ? അത്തരത്തിലുള്ള പരാമർശങ്ങളിലേക്കൊന്നും സുപ്രീം കോടതി കടന്നിട്ടില്ല. പ്രധാനമായും സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ SIR നടപടികൾ നീട്ടിവെക്കണമെന്നായിരുന്നു അത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. അതേസമയം പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിച്ചതാകട്ടെ പ്രധാനമായും ഇത്തരത്തിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് SIR നടപടികൾ പുരോഗമിക്കുക എന്നത്. എന്തായാലും കോടതിയുടെ നടപടി ഇപ്പോൾ അഭിഭാഷകനായ ഹാരിസ് ബിരാൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കും. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലേക്ക് നമുക്കിപ്പോൾ കടക്കാവുന്നതാണ്. പ്രത്യേകമായി ഹർജികൾ പരിഗണിക്കാമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേട്ടിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഹാജരായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേട്ടതിന് ശേഷം മാത്രമേ ഒരു ഇടക്കാല ഉത്തരവ് പാസ്സാക്കാൻ പറ്റുള്ളൂ എന്ന കോടതി പറഞ്ഞത്. മാത്രമല്ല കേരള കേസുകൾ മറ്റുള്ള കേസുകളുമായിട്ട് വ്യത്യാസമുണ്ടെന്നും ഇന്ന് കോടതി പറഞ്ഞു. അതുകൊണ്ട് കേരള കേസുകൾ മാത്രമാണ് 26-ന് പരിഗണിക്കുകയുള്ളൂ. ബാക്കിയുള്ള കേസുകളെല്ലാം ഡിസംബർ 1-ാമത്തെ ആഴ്ചയെ പരിഗണിക്കുകയുള്ളൂ എന്നും കോടതി പറഞ്ഞു. അപ്പോൾ കേരളത്തിന്റെ കേസ് ഒരു വേറിട്ട കേസാണ്, വ്യത്യസ്ത കേസാണ് എന്നുള്ളതും കോടതി ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഹാജരാവാത്തത് കൊണ്ട് ഇടക്കാല ഉത്തരവുകളൊന്നും പാസ്സാക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം, അതായത് ഏറ്റവും അടുത്ത ദിവസം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് 26-ാം തീയതിക്ക് വെച്ചിരിക്കുന്നത്. അല്ലെ, ഇന്നിപ്പോൾ ഉന്നയിക്കാത്ത ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേൾക്കാതെ കോടതിക്കൊന്നും ചെയ്യാൻ ഒരു ഇടക്കാല ഉത്തരവും പാസ്സാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേട്ടതിന് ശേഷം മാത്രമേ ഒരു ഇടക്കാല ഉത്തരവ് പാസ്സാക്കാൻ പറ്റുള്ളൂ എന്ന് കോടതി നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ ഒക്കെ ആയിട്ട് നമ്മളുടെ ഹർജികൾ സർവ് ചെയ്തതാണ്. ഇന്ന് കേസ് വരുമെന്ന് അവരടുത്ത് പറഞ്ഞതുമാണ്, ഇമെയിൽ കൂടി പറഞ്ഞതാണ്. ഞാനിപ്പോൾ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറിനെ അദ്ദേഹത്തിന്റെ മെയിലിൽ അയക്കുകയും ചെയ്തതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ നിന്ന് വിട്ടുനിന്നത് തന്നെയാണ്, മാറി നിന്നത് തന്നെയായിരിക്കും. കാരണം ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് നമ്മുടെ പെറ്റീഷൻ ഉത്തരം പറയേണ്ടി വരും. ചിലപ്പോൾ എന്തെങ്കിലും ഇടക്കാല ഉത്തരവ് വന്നാലോ എന്നുള്ള ചിലപ്പോൾ ഒരു തോന്നൽ നിന്നാകാം ഒരു 4 ദിവസം 5 ദിവസം കൂടിയാണ് ഡിലേ വരികയാണെങ്കിൽ അത്രയും കൂടി അവർക്ക് ഡിലേ പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വാദം ഉന്നയിക്കാം എന്നുള്ള ഒരു സംഗതിയും ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ ഉണ്ടാകാം. അതിന്റെ ബേസിസിലാകാം ഇന്ന് അവർ ഹാജരാകാതിരുന്നത്. അല്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണഘടനാ ബോഡി എന്നുള്ള രീതിയിൽ ഒരു പെറ്റീഷൻ ഇവിടെ വരുമ്പോൾ അത് നമ്മൾ സർവേ ചെയ്യുമ്പോൾ അവരവരുടെ വക്കീലിനെ ഇൻസ്ട്രക്ട് ചെയ്തിട്ട് എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് കോടതിയെടുത്ത് പറയേണ്ടതായിരുന്നു. പക്ഷേ അത് നടന്നില്ല. ഇപ്പോൾ കോടതി പറഞ്ഞതനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ഇനി രണ്ടാമത് സർവേ ചെയ്തിട്ട് 26-ാം തീയതി അവരുടെ വാദം കൂടി കേട്ടതിന് ശേഷം എന്താണ് ഇടക്കാല ഉത്തരവാണോ എന്താണ് പാസ് ചെയ്യേണ്ടതെന്നുള്ളത് അന്ന് കോടതി പുറപ്പെടുവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും 26-ന് ഇടക്കാല ഉത്തരവിന് വേണ്ടിയിട്ടുള്ളൊരു വാദം തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ ശ്രീ കപിൽ സിബലും അത് തന്നെ പറഞ്ഞു. ഇവിടെ ലോക്കൽ ബോഡി ഇലക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് നോമിനേഷൻ കൊടുക്കേണ്ട അവസാനത്തെ തീയതി. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിലുള്ള അർജൻസി എന്ന് പറഞ്ഞപ്പോഴാണ് കോടതി പറഞ്ഞത് നിങ്ങളുടെ കേസ് മാത്രമാണ് 26-ന് ഞങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നത്, ബാക്കിയുള്ള കേസുകളെല്ലാം ഡിസംബറിലേക്ക് ഞങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കോടതിക്ക് ആ ഒരു അർജൻസി SIR-മായി ബന്ധപ്പെട്ട കേരളത്തിന്റെ ഹർജികൾ സുപ്രീം കോടതി വാദം കേട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ ഹാജരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയക്കാനും ഹർജികൾ 26-ന് കേരളത്തിന്റെ ഹർജികൾ പ്രത്യേകമായി പരിഗണിക്കുമെന്നുമാണ് സുപ്രീം കോടതി അറിയിച്ചത്. മുസ്ലിം ലീഗ് അഭിഭാഷകനും MP-യുമായ ഹാരിസ് ബിരാനാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്. മാധ്യമം
വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് നേട്ടം. പൂർണ്ണതോതിലുള്ള ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിന് കേന്ദ്രം അനുമതി നൽകിയതോടെ ചരക്കുകൾ തുറമുഖത്ത് നിന്ന് റോഡ് മാർഗം കൊണ്ടുപോകാം. അനുമതി പത്രത്തിന്റെ പകർപ്പ് മീഡിയ വണ്ണിന്. റെയിൽ വഴിയുള്ള ചരക്ക് നീക്കത്തിനും ഈ അനുമതിയിലൂടെ കഴിയും. ക്രൂ ചേഞ്ചിംഗ് കൂടി ഇതിലൂടെ സാധ്യമാകുമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം. തുറമുഖത്ത് നിന്ന് NH 66 ബന്ധിപ്പിക്കുന്ന റോഡ് 1 മാസത്തിനകം പൂർത്തിയാവും.